ഹലോ. ഹലോ, ആ ലിയാക്കത്തൊക്കെ അതെ. ഞാനേ ഇക്കടെ വീഡിയോസ് കാണാറുള്ളതാണ്. ആ ഞാനപ്പോ ഇന്ന് മറ്റേ ബദറിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ, ഉം, അപ്പൊ അതിന് ഇന്നിപ്പോ ഞാൻ ഒരു മറുപടി വന്ന പോലെ വേറൊരു വീഡിയോ കണ്ടായിരുന്നേ. ആ അപ്പൊ അതില് ഒരു സുനൻ അബു ദാവൂദിന്റെ ഒരു ഹദീസ് ആ വെച്ചിട്ട് പറയുന്നുണ്ട്. ആരുടെ മറുപടിയാ? അത് നമ്മുടെ ഷമീർ. ആ ഹാ ഹാ എന്താണ് പറയണേ? അത് മക്കയിന്ന് അവര് മദീനയിലേക്ക് പോയപ്പോ ഉം, മറ്റേ അബൂ സുഫിയാനൊക്കെ കൂടി ഉം, ഇത് ചെയ്തായിരുന്നു, അല്ലെ എന്ത്? കത്തയച്ചിട്ടേ ആ, നബീനെ സ്വീകരിച്ചു കഴിഞ്ഞാല് ആ. യുദ്ധം ഉണ്ടാവും, സ്ത്രീകളെയൊക്കെ ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ എത്ര ബദർ ഇത് എന്തെങ്കിലും എവിടുന്നേലൊക്കെ എടുത്തിട്ട് ഇതാണ് ഷമീർ നമ്മൾ മറുപടി പറയാത്തത്. എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ എവിടുന്നേലൊക്കെ എടുത്താണ് പറയാന്നല്ലാതെ. അങ്ങനെ കത്തെഴുതിയാല് മദീന ഒരു രാജ്യല്ലേ, ഇവിടുന്ന് ആ പോയിട്ട് മക്കാരെ ആക്രമിക്കുക, അവരോട് യുദ്ധം ചെയ്യല്ലേ, യുദ്ധം പ്രഖ്യാപിക്കല്ലേ ചെയ്യണ്ടേ, ആ അല്ലാതെ കൊള്ളയടിക്കുകയാണ് ചെയ്യാ. അല്ലല്ലോ. ഒരു മദീന രാഷ്ട്രം ഉണ്ടാക്കി എന്നാണല്ലോ പറയണേ. അതെ അതെ. മദീന രാഷ്ട്രം ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നീട് അതൊരു രാഷ്ട്രമാണ്. അപ്പം ഒരു രാജ്യം അല്ലെങ്കിൽ രാജാവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് രാഷ്ട്രീയമായിട്ടല്ലേ, ഉം അല്ലാതെ അവിടുന്ന് കച്ചവടം ചെയ്യാൻ പോകുന്ന സംഘത്തെ വഴിയിൽ നിന്ന് തടഞ്ഞിട്ട് അവരെ സമ്പത്ത് കൊള്ളടിച്ചിട്ടല്ലല്ലോ രാഷ്ട്രീയമായിട്ടുള്ള നീക്കുപോക്കുകൾ ഉണ്ടാക്കുക. അതൊന്നും കൊള്ളയടിക്ക് ന്യായീകരണമല്ല. പിന്നെ ഇവര് പറയുന്ന വാദം മക്കയില് മുഹമ്മദ് നബിന്റെ സ്വത്തുക്കളൊക്കെ അവിടെ അവർ പിടിച്ചു വെച്ച് ആ പൈസ കച്ചവടം പോയത്, അതും തെളിവില്ലാത്ത അതിന് വെറും പിന്നെ അവര് നുണയാണ്. തെളിവായിട്ട് പറയാത്തതുകൊണ്ട് നമുക്കത് കേൾക്കണവർക്കും അതൊരു ഇതായിട്ട് തോന്നണില്ല. നമ്മള് ചെറുപ്പം തൊട്ടേ കേട്ടേക്കണ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഉം. ഭയങ്കര ഒന്നും അവിടെ വിശ്വസിക്കാനും പറ്റില്ല, അംഗീകരിക്കാനും പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനാണ്. കുറച്ചു കാലം ഉണ്ടാവും. നമ്മള് തീരെ കേൾക്കാത്ത പുതിയ സത്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ വിചാരിച്ചിരുന്ന നേരെ വിപരീതമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിലേ. ഞാൻ ആദ്യം ലൈവ് കാണുമ്പോഴേ ആ വന്നിട്ട് ഞാന് ഇതായിട്ട് കമന്റ് ചെയ്യുമായിരുന്നു. ആ അഗെയിൻസ്റ്റ് ആയിട്ടാ? എഗെയിൻസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനിങ്ങനെ വിമർശിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ കമന്റ് ചെയ്യായിരുന്നു. ആ ആ പിന്നീട് ഞാന് ഇതിന് എന്തെങ്കിലും മറുപടി അടിമത്തത്തിലാണ് ഞാൻ മെയിനായിട്ട്. ആ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് തന്നെ അറിയില്ലായിരുന്നു. ആ ആ ഈ ഘട്ടമായിട്ട് നിരോധിച്ചെന്നാണ് എന്റെ ഒരു നമ്മളൊക്കെ അറിവ്. പഠിച്ചു വെച്ചിട്ടുള്ളത്. അതെ. അപ്പൊ ഇതങ്ങോട്ട് കേട്ടോടുകൂടി ഇത് ഇനി ശരിയാണോ എന്നറിയാൻ ഉം, വേണ്ടിട്ട് പിന്നെ അതിന്റെ പുറകെ കുറച്ചാൾ നടന്നു. ആ, ആ, അപ്പൊ എങ്ങൊന്നും ഒരു വ്യക്തമായിട്ടുള്ളൊരു മറുപടി കിട്ടണില്ല. ആ, എന്തുകൊണ്ടാണ് ഇത് ഹലാലായിട്ട് നിർത്തിയേക്കണേന്നുള്ളതിന്. ഉം, പിന്നെ അവിടെ നിന്നാണ് ചെറിയ സംശയങ്ങള് ആ, വരാൻ തുടങ്ങിയത്. അതിനുശേഷം പിന്നെ മറ്റേ ഈ ഖുറാനില് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ള മൈൻഡായി. ആ, ആ, പിന്നെ അപ്പോഴാണ് മറ്റേ ഈ നമ്മുടെ വിധിവിശ്വാസം ഉണ്ടല്ലോ, ആ, ഖദർ കല. ഖദർ കള, അതിനെ പറ്റിയിട്ട് അപ്പൊ അത് ഖുറാനിലല്ല, മറ്റേ നിങ്ങളുടെ ഹൃദയം എങ്ങോട്ട് തിരിച്ചു വിടണമെന്ന് ആ, തീരുമാനിച്ചേക്കണെന്ന് പറയണത് ആ, അള്ളാഹു. അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്. അതെ. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ അതില് നമ്മള് ഒരു നിയന്ത്രണമില്ല. അതെ അതെ, അള്ളാഹു നിയന്ത്രിച്ചേക്കണ പോലെ നമ്മൾ പോണ ഒരു വ്യക്തികൾ മാത്രമാണ് നമ്മള് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയി പോകൂലോ. അപ്പൊ ഖദർ കല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണം ശിക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ മുൻ തീരുമാനം ഉണ്ടെങ്കിൽ, അള്ളാഹു എല്ലാം അറിയുന്നവരാണ് അറിയാം, ഓക്കെ. അതെ അതിലിപ്പോ അതെ. അങ്ങനെയാണെങ്കിൽ പോലും പരീക്ഷണം ഇൻവാലിഡ് ആണ്. എല്ലാം അറിയുന്ന ഒരാള് പരീക്ഷിക്കുന്നത് എന്താവശ്യത്തിനാണ്? ഇങ്ങനെ സംഭവിച്ചാൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നത് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ പരീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹുവിനെ അറിയാലോ ആരൊക്കെ എന്തൊക്കെയാവുന്നത്. പിന്നെ അത് മാത്രല്ല, ഏതൊരു മനുഷ്യൻ എന്ത് ഗുണം പുറത്തെടുത്താലും ആ ഗുണം അവനിൽ കൊടുത്തിട്ടുള്ളത് ആരാണ്? അള്ളാഹുവാണ്. ഇപ്പൊ ക്രൂരത എന്നുള്ളൊരു ആട്രിബ്യൂട്ട് മനുഷ്യന് കൊടുത്തിട്ടുള്ളത് ആരാണ്? അള്ളാഹു. അള്ളാഹുവിൻ്റെതല്ലാത്ത ഒന്നും, അള്ളാഹു നൽകിയ കഴിവിൽ നിന്നല്ലാതെ മനുഷ്യൻ പ്രവർത്തിക്കൂല എന്നുള്ളതാണല്ലോ. അപ്പം തിരുവനന്തപുരത്ത് അഫാന് അവന്റെ വീട്ടുകാരെ മൊത്തം കൊല്ലുമ്പോ അത് കൊല്ലാനുള്ള ഒരു മനസ്സ് അവന് കൊടുത്തതാരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ തീരുമാനം അല്ലാതെ അത് നടക്കൂലല്ലോ.
ഇൻഷാ ഇത് അള്ളക്ക് ഇൻഷാ അള്ളാ ഇതിനെയൊക്കെ എന്ന് പറ്റിട്ട് പറയുന്നത് ഇങ്ങനത്തെ ചെറിയ കാര്യത്തിന് മാത്രമല്ല എല്ലാ കാര്യത്തിലും ഇൻഷാ അള്ളാ ബാധകാണല്ലോ. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്നും സംഭവിക്കൂല എന്നുള്ളതാണ്. ആ നിങ്ങള് നിങ്ങള് അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾ ഉദ്ദേശിക്കൂല എന്നാണല്ലോ. ഉദ്ദേശിക്കുക പോലും ഇല്ല എന്നാണ്. അതെ, ഒരു കാര്യം ചെയ്യൂല എന്ന് മാത്രമല്ല, നിങ്ങൾ എന്ത് ഉദ്ദേശിക്കണം എന്ന് അള്ള ഉദ്ദേശിക്കണം, അത് നിങ്ങൾ ഉദ്ദേശിക്കണം. അപ്പൊ പിന്നെ ആരാണിത് അൾട്ടിമേറ്റ്ലി ഇതിന്റെയൊക്കെ പാപഭാരം അള്ളാഹുവിന്റെ ചുമലിൽ തന്നെയാണ് ചെന്ന് ചേരുക, ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ചിട്ട്. അപ്പൊ ഇതിനൊന്നൊരു ഞാൻ മാത്രമല്ല, ഈ കാരുണ്യവാനായ അള്ളാഹു എന്തിനാണ് പിശാചിനെ സൃഷ്ടിക്കുന്നത്? കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു പൈശാചികത സൃഷ്ടിക്കാനും അതിനെ കയറൂരി വിടാനും പാടില്ലല്ലോ. പിശാചിനെ ഇതൊന്നും സൃഷ്ടിക്കുകയും ആ പിശാചിനെ ആരും അപ്പൊ തന്നെ ചിന്തിക്കണില്ല. ഓൾറെഡി റെഡി ആയിരിക്കുന്ന നരകാണ്. അപ്പൊ അനുസരണക്കേട് കാണിച്ച പിശാചിനെ അങ്ങനെ പിടിച്ച് നരകത്തിലേക്ക് ഇട്ടാൽ മതിയായിരുന്നില്ലേ? ഇത് ഞാനിതൊക്കെ പണ്ട് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് നമുക്ക് അത് എന്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. അല്ലല്ല, ഞാൻ അത് നമ്മൾ ആലോചിക്കണേന്റെ ഇതായിരിക്കും. പഠിപ്പിക്കുന്ന രീതി അങ്ങനെയാണ്. അങ്ങനെ വരുന്ന ചിന്തകളൊക്കെ പിശാചിന്റെ ചിന്തയാണ്. അത് നമ്മളെ ഹിദായത്ത് തെറ്റിപ്പോകും, നമ്മളെ ഈമാൻ പോകും എന്നുള്ള പേടിയിലാണ് നമ്മള്. അപ്പൊ അങ്ങനെ വരുന്ന ചിന്തകളൊക്കെ അവിടെ അപ്പത്തന്നെ നമ്മൾ കുഴിച്ചിടുക ചെയ്യാം. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ തെറ്റാണ്, അങ്ങനെയാണ് അത് നമ്മള് പ്രോസസ് ചെയ്യുക. അങ്ങനെ പ്രോസസ് ചെയ്യാനാണ് നമ്മൾ പരിശീലിപ്പിച്ചത്. പിന്നെ നമ്മളറിയാത്ത കുറെ ചരിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ നബി വഫാത്തതിന് ശേഷമുള്ള മറ്റേ 3 ദിവസം 2 ദിവസം ഇങ്ങനെ മറവ് യാതൊക്കെ വെച്ചതൊക്കെ, അതൊന്നും നമ്മൾ ഇതുവരെ അറിയാത്ത കാര്യങ്ങളായിരുന്നു. ഇതിലേക്ക് പിന്നെ ഈ ഒരു അടിമത്തത്തിന്റെ കേസ് അറിഞ്ഞിട്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചത്. അപ്പൊ പിന്നെ ഈ അറിയുന്തോറും നമുക്ക് ഒട്ടും വാങ്ങി നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് പിന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉമർ റളിയല്ലാഹു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഉമർ റളിയല്ലാഹുവിനെ പറ്റിയൊക്കെ ഭയങ്കര ഒരു ഇമേജ് ആയിരുന്നു. അതൊക്കെ പോയോ? അല്ല, ഈ റസൂൽ വഫാത്തായി കിടന്ന സമയത്ത് തന്നെ നബിക്ക് ഒത്ത അനുയായിയായിരുന്നു. മുഹമ്മദ് നബി വഫാത്തിന്റെ മരണത്തിന്റെ മുന്നോടിയായിട്ട് അദ്ദേഹം ഭയങ്കര രോഗാവസ്ഥയിൽ കിടക്കുമ്പോ മരണമാസന്നമായ ഘട്ടത്തില് അദ്ദേഹം വിൽപത്രം എഴുതാൻ വേണ്ടി എഴുതാനുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പൊ ഉമറാണ് തടയുന്നത്. ഉമറാണ് അബൂബക്കറിന്റെ ഖിലാഫത്തിന് ചുക്കാൻ പിടിക്കുന്നത്. മനസ്സിലായോ? ഇതൊക്കെ കൂടെ കോറിലേറ്റ് ചെയ്ത് വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത ഉണ്ട്. അതെ, നമുക്ക് ആ ഒരു ചരിത്രത്തിൽ നിന്ന് ഏറ്റവും ഒരു സഹതാപം തോന്നുന്നത് അലി റളിയല്ലാഹുവിന്റെ കേസാണ്. അതെ, കുറച്ചൊരു ആത്മാർത്ഥത കാണിക്കണത്. അതെ, പക്ഷെ മുഹമ്മദിനോട് നിഷ്കളങ്കമായ ആത്മാർത്ഥത അലിക്കാനുണ്ടായിരുന്നത്. അതെ അതെ, ഈ ചരിത്രം അത് നമ്മള് ഭൂരിഭാഗം ആർക്കും അറിയില്ല. ഇതൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് നബി അത്രയും സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരാള്, മുഹമ്മദ് നബിയുടെ അനുചരന്മാര് ഫാത്തിമ ബീവിയോട് പോയിട്ട് വധഭീഷണി മുഴക്കുവോ? മുഹമ്മദ് നബിയുടെ മക്കളല്ലേ. മുഹമ്മദ് നബിന്റെ മകളെ പോയി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, വീട് കത്തിക്കുന്ന ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് അതിന്റെ അനുബന്ധമായിട്ട് വീട് കത്തിക്കപ്പെടുക, അതിൽ പരിക്കേറ്റ് അവര് മരിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ മകളെ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ ആ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച ആളുകളെ എങ്ങനെയാണ് മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്ന ആളുകള് ഈ ഖുലഫാഉർ റാഷിദീങ്ങൾ എന്ന് പറഞ്ഞ് വിളിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്നതെന്നാണ് വിശ്വാസികൾ ആലോചിക്കേണ്ട കാര്യം. ഫാത്തിമ ബീവിനെ മാത്രമല്ല അലീനെയും കൊന്നു. അലീനെ മാത്രമല്ല ഹസനെയും ഹുസൈനെയും കൊന്നു. ഹസന്റെ ഹുസൈന്റെ കഥ നമ്മള് ചെറിയ പ്രായത്തിലൊക്കെ പഠിക്കുമ്പോ എത്ര വാത്സല്യത്തോടെയാണ് ഹസൻ ഹുസൈനെ നബി പോയി വളർത്തിയതായിട്ടും എടുത്തുകൊണ്ട് നടന്നതായിട്ടും, നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ കിടക്കുമ്പോ അതിന്റെ മുകളിൽ കയറി ആന കളിച്ചതായിട്ടൊക്കെ നമ്മള് ഭയങ്കര വാത്സല്യത്തോടെ കേട്ട് പഠിച്ച കഥകളല്ലേ. ആ 2 മക്കളെയും കൊലപ്പെടുത്തിയത് മുസ്ലിങ്ങളല്ലേ, ഇവർ ഈ പറയുന്ന ആൾക്കാർ. അപ്പൊ ഈ രീതിയിലൊക്കെ ഈ ചരിത്രം ഒന്നും ആൾക്കാർക്ക് അറിയില്ലല്ലോ, ഇതൊന്നും ഇവര് പഠിപ്പിക്കുന്നുമില്ല. അപ്പൊ ഈ ചരിത്രമൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ നമ്മൾ അതിൽ കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിക്കും, എന്തായിരുന്നു എന്താണെന്നുള്ളത്. ഇതിനെ നമ്മൾ കുറച്ചുകൂടിയും ലളിതമായിട്ട് ഇത് ആ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് വേണമെങ്കിൽ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കേഡർ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടി എന്നാണ്. അതായത് ഒരു നേതാവ്, ഒരു അൾട്ടിമേറ്റ് അതോറിറ്റി, അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അപ്പടി അനുസരിക്കുന്ന കേഡർമാരുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നു അത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ രീതിയിൽ അതിനെ മനസ്സിലാക്കിയാൽ
അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ചരിത്രമാണ്. ഞാന് ആദ്യം വീഡിയോസ് കാണുമ്പോഴേ എന്റെ മൈൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെല്ലാം അറിയാം. ഇപ്പൊ ഇങ്ങനെ പറയൂലോ, എക്സ് മുസ്ലിംസിന്റെ വീഡിയോസ് അല്ലെങ്കിൽ നിരീശ്വരവാദികളുടെ വീഡിയോസ് ഒന്നും കാണരുതെന്ന് പറയൂലോ. പക്ഷെ അപ്പോഴും നമ്മുടെ മൈൻഡിൽ ഒരു കോൺഫിഡൻസ് ആണ്, എനിക്കെല്ലാം അറിയാം, പിന്നെ ഇപ്പൊ എന്താണ്, എന്താ പറയണേന്ന് നോക്കട്ടെ എന്നുള്ള മൈൻഡിലാണ് ആദ്യമായി വീഡിയോ കാണുന്നത്. അങ്ങനെ ഒരു എക്സ് മുസ്ലിം പറഞ്ഞാലൊന്നും നമ്മളെ ഈമാൻ ഒന്നും സംഭവിക്കൂല എന്നുള്ള ധൈര്യം അല്ലേ? അതെ അതെ, ആത്മവിശ്വാസം അതില് തുടങ്ങിയതാണ്. പിന്നെ കണ്ട് ആദ്യമൊക്കെ കുറെ അങ്ങോട്ട് എതിർത്തെങ്കിലും പിന്നീട് ഇത് എന്താണ് സംഭവം, ഞാൻ പിന്നെ കുറെ നാള് ഒന്നും കാണാതെ ഒന്നും അതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കാതെ ശ്രമിച്ചു. നമുക്ക് ഇത് ശരിയാവൂല, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകും, ഇത്ര നാളും വിശ്വസിച്ചത് ഇങ്ങനെയൊന്നും അല്ലല്ല, പിന്നെ ഒന്നും കാണണ്ട, അങ്ങനെയൊക്കെ ചിന്തിച്ച്. പിന്നെ ഓർത്തപ്പോ എന്തിനാ കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കിയിട്ട് എന്താ കാര്യം, നമ്മൾ കണ്ണടച്ചാൽ നമുക്ക് മാത്രമേ ഇരുട്ടാവുള്ളൂ. അതെ. അപ്പൊ പിന്നെ എന്തെങ്കിലും ആവട്ടെ, എന്നാ ഇത് എന്താണ് സംഭവം, സത്യം അറിഞ്ഞിട്ട് തന്നെ കാര്യം തീരുമാനിച്ചു. അങ്ങനെ പിന്നെ അതിന്റെ പുറകെ ഇങ്ങനെ നടന്ന് ഒരുപാട് ഇപ്പൊ എന്റെ കൂടെ നമ്മളാദ്യം ഒരു സുന്നി ഇതിലായിരുന്നു നമ്മുടെ ഫാമിലിയൊക്കെ. അതിനുശേഷം പിന്നെ മതത്തിന്റെ ആ ഒരു ഇത് കൂടി വന്നപ്പോ ഇതല്ലേ ശരി എന്നുള്ളൊരു മൈൻഡില് പിന്നെ മുജാഹിദ്. അതിനുശേഷം പിന്നെ പള്ളിയിലൊക്കെ പോക്ക് നമ്മുടെ മുജാഹിദിന്റെ പള്ളിയിലൊക്കെ, അങ്ങനെ ആ ഒരു സിസ്റ്റം ഒക്കെ ആയിരുന്നു. നമ്മൾ ഇച്ചിരി കുറെ ദൂരെയൊക്കെയാണ് പള്ളി, എന്നാലും മാക്സിമം ആ പള്ളിയിൽ തന്നെ എത്താൻ കണക്കിനൊക്കെ ഉള്ളൊരു 2 വർഷത്തോളം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര ഈമാനാണ്. അപ്പൊ എന്തെന്നാ പറയണേന്ന് നോക്കട്ടെ എന്നുള്ള സംശയം. അതായത് നമുക്കിപ്പോ സുന്നി വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ലോജിക് അപ്ലൈ ചെയ്തിട്ട്, യുക്തി അപ്ലൈ ചെയ്തിട്ട് അത് തെറ്റാണ് എന്ന് ചിന്തിക്കാൻ പരിശീലിപ്പിക്കുന്നിടത്ത് വാസ്തവത്തിൽ ഈ മുജാഹിദുകൾ യുക്തിവാദത്തിലേക്കുള്ള വഴി വെട്ടുന്നുണ്ട്. മനസ്സിലായി? ഈ പരിണാമത്തിന്റെ കഥ പറയാവുന്ന എല്ലാവർക്കും ഇതേ വഴിയാണ് പറയാണ്ടാവുക. എനിക്കും ഇത് തന്നെ സംഭവിച്ചത്. ഞാൻ പിന്നെ മുജാഹിദ് പള്ളിയിലേക്ക് പോകാനും അങ്ങനെയൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ ഞാൻ ഇവരുടെ ആശയത്തോട്, മീൻസ് അവരുടെ എന്താ പറയാ, ഒരു മെമ്പർഷിപ്പ് എടുക്കുക അല്ലെങ്കിൽ അവരുടെ അങ്ങനെ പ്രവർത്തകനാവുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവര് പറയുന്നതാണ് യഥാർത്ഥ തൗഹീദ് എന്ന് വിശ്വാസിയായിരുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഈ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ക്ലാരിഫിക്കേഷൻ തേടുക എന്നുള്ള ഒരു പ്രക്രിയ ഒരു തരത്തിൽ അവര് നമ്മളെ ഉള്ളില് എന്താ പറയാ ഇട്ട് തന്നതുകൊണ്ട് അവര് പറഞ്ഞ ശരികളിൽ എത്തുന്നത് വരെ മാത്രം അന്വേഷിച്ചിട്ടാണ് മൂടി വെച്ചില്ല. ആ ശരികളുടെ പശ്ചാത്തലവും സാഹചര്യങ്ങളും ഒക്കെ കൂടുതൽ പഠിക്കാനും കൂടുതൽ വായിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾക്കൊക്കെ നല്ല വ്യക്തത വന്നത്. അപ്പൊ അങ്ങനെയാണ് കേരളത്തില് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പോലത്തെ സംഘടനകൾ തന്നെയാണ് വാസ്തവത്തിൽ ആളുകളെ വിശ്വാസത്തിൽ നിന്ന് പുറത്ത് എത്തിക്കാനുള്ള, അല്ലെങ്കിൽ പുറത്തോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ഒന്നാമത്തെ പണിയെടുക്കുന്നത്. ബാക്കി നമ്മളൊക്കെ ഇപ്പൊ നമ്മളുടെ ബോധ്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. അവര് ഇതിനു മുൻപ് തന്നെ ഇങ്ങനെ ഞാനൊന്നും ഒരു മതവിമർശകന്റെ, ഒരു എക്സ് മുസ്ലിമിന്റെയോ ഒരു യുക്തിവാദിയുടെയോ വീഡിയോ കേട്ടിട്ടോ പ്രഭാഷണം കേട്ടിട്ടോ ഒന്നും അല്ല ഇസ്ലാം ഉപേക്ഷിച്ചത്. നമ്മൾ സ്വന്തമായിട്ടുള്ള അന്വേഷണവും പഠനത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുമായിരുന്നു. നമുക്കൊക്കെ നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും തോന്നിയാലും നമ്മള് അതെന്റെ മിസ്റ്റേക്ക് ആണ് തന്നെ ഇബ്ലീസിനെ പേടിപ്പിച്ചിട്ട് നമ്മൾ ഒഴിവാക്കി കളയും. നമ്മൾ തന്നെ നമ്മളെ തടയും അതിന്ന്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇപ്പൊ മറ്റേ ഈ 50 റക്അത്ത് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പണ്ടേ ചിന്തിച്ചേക്കണ കാര്യമാണ്. 50 റക്അത്ത് എന്ന് പറയുമ്പോ ഒരു മനുഷ്യന് 24 മണിക്കൂറിൽ 50 റക്അത്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും വാങ്ങിക്കൊണ്ട് പോകുന്ന നബിയും തമ്മിലുള്ള അവരുടെ ഒരു ബോധത്തെ കുറിച്ച് നമുക്ക് ആലോചിച്ചൂടെ? അപ്പൊ അത് ആക്ച്വലി ജൂതന്മാരെ അവർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സാധനം. അവർക്ക് ഇവരോടൊരു അനുഭവം ഉണ്ടാക്കാൻ മൂസാ നബി ആണല്ലോ അതിലന്ന് സഹായിച്ചത്. അതേപോലെ ദൈവം ആകാശത്തേക്ക് ഉയർത്താൻ വേണ്ടി ആദ്യം മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജെറുസലേം ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് കൊണ്ടുപോയി എന്നാണല്ലോ പറയുന്നത്, ഫലസ്തീനോ ഇസ്രായേലോ. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ജൂതന്മാരുടെ വിശുദ്ധ സ്ഥലങ്ങളും ജൂതന്മാരുടെ പ്രവാചകനും ഒക്കെ ആയിട്ടുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്തിട്ട് മുഹമ്മദ് നബി കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ ജൂതന്മാർക്കൊരു സിമ്പതി വരുമല്ലോ. അങ്ങനെ അവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയായിരുന്നു അത്. ഖുർആനിൽ തന്നെ ചില കാര്യങ്ങൾ 2 രീതിയിൽ, അതായത് ആദ്യം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടല്ലോ.
ഈ വിഷയത്തിൽ അതായത് തന്നെ ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ വാക്ക് പിന്നെ തിരുത്തണ ഒരു അതൊക്കെ ഉണ്ട് അതുണ്ട് രീതി. അതുണ്ട്. അതിപ്പോ ഈ നമ്മുടെ ഹിജാബിന്റെ വചനം വരുന്നത് ആദ്യം പിന്നെ മുഹമ്മദ് നബിന്റെ ഇവർക്ക് വേണ്ടി മാത്രമാണ്. ആ പിന്നീടാണ് എല്ലാവർക്കും ബാധകമാവുന്നത്. അതേപോലെ നോമ്പ് ആദ്യഘട്ടങ്ങളിൽ നോമ്പ് എടുത്ത ആളുകൾക്ക് പൈസ നോമ്പ് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം, എടുക്കേണ്ടവർക്ക് എടുക്കാം എന്നുള്ള ഒരു ഓപ്ഷണൽ ആയിരുന്നു. ഉം അപ്പോ അതിന് പകരമായിട്ട് നോമ്പ് എടുക്കാത്ത ആളുകള് പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം, അങ്ങനെ എന്തോ കണക്കായിരുന്നു. ഉം അപ്പൊ എല്ലാ ആൾക്കാരും അത് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട്. അപ്പൊ പിന്നെ അള്ളാഹ്ക്ക് മനസ്സിലായി ഇങ്ങനെ ആയാല് ആരും നോമ്പെടുക്കൂല. അതുകൊണ്ട് അതിനുള്ള ഒരു ഒരു- ഒരു ഒഴിവ് ചില എക്സ്ക്യൂസുകൾക്ക് മാത്രമായിട്ട് അത് പരിമിതപ്പെടുത്തി. അല്ലാത്തവർ നോമ്പെടുക്കുക തന്നെ വേണമെന്ന് വാശി പിടിച്ചു. അങ്ങനെ ആയത്തിറക്കി. അപ്പൊ ആദ്യം ആയത്തിറക്കുമ്പോൾ അള്ളാഹ്ക്ക് അറിയില്ല എല്ലാവരും നോമ്പെടുക്കണം എന്ന്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആയത്തിറങ്ങിയാൽ എല്ലാവരും ഇത് ഇങ്ങനെ മിസ്യൂസ് ചെയ്യും. അതുകൊണ്ട് അത് അള്ളാഹ്ക്ക് നേരത്തെ അറിയാലോ. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണല്ലോ. ഒരു അത് ആയത്തിറക്കിയാൽ ഇതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും ഒന്ന്. രണ്ടാമത്തത് ഇതൊക്കെ ലൗഹുൽ മഹ്ഫൂദ് എന്നുള്ള കോപ്പിയല്ലേ. അതെ അപ്പൊ ഈ ഇത് രണ്ട് പരസ്പര വിരുദ്ധമായ രണ്ട് വചനങ്ങളുള്ള ലൗഹുൽ മഹ്ഫൂദിൽ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു. ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. ഇത് ലോജിക്ക് അപ്ലൈ ചെയ്താല് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അന്ന് നമ്മള് ഇതിന് മുന്നേ ഇത് ഇങ്ങനെ ആവണേന് മുന്നേ നമ്മള് ആ ലോജിക്ക് അപ്ലൈ ചെയ്യൂല. ചെയ്യൂല. അതിനു മുന്നേ നമ്മൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും. അവിടെ വേണ്ട അവിടെ വേണ്ട. അവിടെ നമ്മൾ അതാണ് യുക്തി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ. ആ നമ്മളെ ചിന്തകൾക്ക് പരിധിയുണ്ട്. എന്നാൽ പരിധിയും പരിമിതിയും ഇല്ലാത്ത അള്ളാഹുവിന്റെ ചിന്തയും അറിവും, അതാണ് നമ്മളൊരു ലോജിക്ക്. അതാണ് ബാസിലിന്റെ മുദ്രാവാക്യം തന്നെ. പരിധിയുണ്ട്, പരിമിതിയുണ്ട് ചിന്തകൾക്ക്. അള്ളാഹുവിന് പരിധിയില്ല, പരിമിതിയില്ല. അതുപോലെ അപ്പൊ ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നത് പേനയല്ല. ആ എന്നിട്ട് പേനയോടുള്ള എല്ലാം എഴുതി വെക്കാൻ ആൾക്കാർക്ക് പല പറയണം. ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒളി ആണ് എന്നാണ്. 100 അല്ല എന്തായാലും പേന കൊണ്ട് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അപ്പൊ അള്ളാഹ്ക്ക് ഇപ്പൊ പേനയും കൊണ്ട് എഴുതി വെച്ച് നോക്കിയിട്ട് വേണോ ഇതൊക്കെ കാര്യങ്ങൾ അതുപോലെ നടക്കാൻ എന്നുള്ളത് അന്ന് ചിന്തിച്ചെങ്കിലും പിന്നെ അത് ലൗഹുൽ മഹ്ഫൂദ് എന്തിനാ കിതാബ് ഉണ്ടാക്കി വെക്കണല്ലേ. അള്ളാഹ്ക്ക് അറിയാലോ അത്. എല്ലാം അറിയണം. നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചേക്കണം. നമ്മൾ ഇത്രയും ഓർമ്മക്കുറവോ വിസ്മയങ്ങളെല്ലാം അല്ലെങ്കിൽ കാണുന്നത്. മിസ്സായി പോവുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരും തോന്നുമ്പോ എഴുതിയാൽ മതിയല്ലോ പുസ്തകം. ആ പിന്നെ ഇതെല്ലാം എഴുതിയിട്ട് നമ്മളെ രണ്ട് സൈഡിൽ രണ്ട് മലക്കിന്റെ ഒക്കെ എന്താ ആവശ്യമുള്ളതെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നേരത്തെയൊക്കെ. പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞ ഒരു ഫുൾ സ്റ്റോപ്പ് എല്ലാത്തിലും ഒതുങ്ങി അങ്ങനെ പോയി. അല്ല ത്രാസൊക്കെ ഉണ്ട് അവിടെ. ഇടത്തെ ഭാഗത്തെ ബുക്കും വലത്തെ ഭാഗത്തെ ബുക്കും അങ്ങനെ അട്ടിയായിട്ട് ത്രാസിൽ വെക്കും. അത് കനം തൂങ്ങുന്നത് നോക്കുക. അപ്പൊ ഒരു കാലഘട്ടത്തില് മനുഷ്യരുടെ അളവ് സാമഗ്രികൾ പോലും എന്തിലുണ്ട് അവിടെ പരിഗണിക്കുന്നുണ്ട്. ഡിജിറ്റൽ ഉം ആയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നെങ്കിൽ നന്മയും തിന്മയും അപ്പപ്പ അസസ് ചെയ്തിട്ട് അതിന്റെ ഫൈനൽ റിസർവ് വരും. അതിനല്ലാതെ അതിന് അവസാനം വിളിച്ച് തൂക്കി നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉം ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടെന്ന്. ആയിക്കോട്ടെ, എന്തായാലും പരിപാടികൾ നടക്കട്ടെ. പിന്നെ നമുക്കൊരു സീരീസ് പോലെ ഓരോന്നിനും ഒരു പാർട്ട് പോലെ അങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് കാണുന്നവർക്ക് ഒരു പ്ലേലിസ്റ്റ് അത് പോലെ ചെയ്യാം. ഞാന് കിട്ടുന്നെങ്കിൽ. നമ്മുടെ മുർത്തത്ത് എന്ന് പറഞ്ഞ പുതിയൊരു ചാനൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അത് ഈ ലൈവ് ആവുമ്പോ അതിന് കുറെ പരിമിതികളുണ്ട്. ലൈവ് റിയാക്ഷൻ ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കയ്യിൽ കിട്ടുന്നതിൽ റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. മറ്റേത് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഹിസ്റ്ററിയും അതേമാതിരി അക്കീദയും അതേപോലെ ചരിത്രമൊക്കെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റുകളാക്കിയിട്ടേ അത് ഒരു ക്രമാനുഗതമായിട്ട് നമുക്ക് പറഞ്ഞു പോവാം. അങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. ഞാൻ കുറച്ച് തിരക്കുകളുണ്ട് ബിസിനസിന്റേതായിട്ടുള്ള. അപ്പൊ അത് കഴിയുമ്പോ നമുക്ക് അങ്ങനത്തെ ഒരു ടീമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ട്. ചെയ്യണമെങ്കിൽ കാണുന്നവർക്കും ഒരു എളുപ്പമുണ്ടാവും. കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടുകയൊക്കെ ചെയ്യേ. അതെ. ആയിക്കോട്ടെ, ഇടയ്ക്ക് വിളിക്കും. ശരി. ശരി, ഓക്കെ.